തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ എന്ന ശുശ്രൂഷാരംഭം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവസുതാം നാഥ മഹാകരുണയിലും കൃപയിലും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് തന്നെ ജനത്തെ നയിക്കത്തക്കണം ഒരുക്കുന്നവൻ കൃപകൾക്കായ നന്ദിയുടെ സ്തോത്രം. നാളുകൾ അത്രയും എൻ്റെ കൃപയിൽ വഴി നടത്തിയ എല്ലാ നന്മകൾക്കായ സ്തോത്രം. ബലഹീനതയും കുറവുകളും ക്ഷമിച്ച കർത്താവേ, എൻ്റെ കൃപകളുടെ നിറവിൽ നിന്ന് തൻ്റെ ജനത്തെ നയിക്കുവാൻ ശക്തീകരിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അങ്ങയുടെ, ജനം അങ്ങയുടെ, അടിയൻ അങ്ങയുടെ കർത്താവേ, എൻ്റെ ബലഹീനമായ സാഹചര്യങ്ങൾ അങ്ങയെ ബലപ്പെടുത്തി അവിടുന്ന് എൻ്റെ കൃപകളുടെ നിറവിൽ കർത്താവിടെ എന്നോട് കൂടെ ഉണ്ടായിരുന്ന കർത്താവിടെ എൻ്റെ ശബ്ദത്തോടും കണ്ടത്തോടും വാക്കുകളോടും വചസ്സുകളോടും ഉണ്ട് ഏറ്റവും ലളിതമായി തൻ്റെ ജനത്തെ വചനം എത്തിക്കുവാൻ അവിടുന്ന് അടിയനെ എടുത്ത് ഉപയോഗിക്കണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പുണ്യത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ ഇത്രത്തോളം ദൈവം വഴി നടത്തിയ എല്ലാ നന്മകളെ നമുക്ക് ഓർക്കാം. ക്രിസ്തുവിൻ്റെ ജനനം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്, അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്താണെന്നും പ്രത്യേകിച്ചും മാതാവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുവാനും കർത്താവ് ഈ ഭൂമുഖത്ത് എന്തിന് കടന്നു എന്നൊക്കെ കാര്യങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ മനസ്സിലാക്കുവാനിടയായി. കർത്താവ് ഈ ഭൂമുഖത്ത് ജനിക്കുമ്പോൾ അതിന് വ്യക്തമായ ഒരു കാര്യമുണ്ടായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതിയിൽ. ആ പദ്ധതിയിൽ നിന്ന് ഇന്ന് നമ്മൾ എത്രമാത്രം മാറിപ്പോയെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ ജനനം ഒരു ആഘോഷത്തെക്കാട്ടി കൂടുതൽ ദൈവജനത്തിന് പ്രത്യാശ നൽകുന്ന ഒരു മഹത്തായ മുഹൂർത്തം കൂടിയായിരുന്നു. പാപമംഗലമായ ജീവിതത്തിൽ കടന്നുപോയ തൻ്റെ ജനത്തിന് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെടുവാൻ സ്വയം ഭൂമുഖത്ത് സൃഷ്ടികർത്താവ് സൃഷ്ടിയായി ജനിക്കുക എന്ന് പറയുമ്പോൾ തൻ്റെ ജനത്തോട് താൻ സൃഷ്ടിച്ച സൃഷ്ടികൾ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ആ സ്നേഹവും ആ കരുതലും ഇന്ന് ലോകത്തിൽ എത്രമാത്രം നമുക്ക് വിളംബരം ചെയ്യുവാൻ കഴിയുന്നെന്നൊന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് കർത്താവിൻ്റെ ആ ജനനത്തിനോടനുബന്ധിച്ച് ദൂതഗണങ്ങൾ വന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 10-11 വായിക്കുമ്പോൾ ദൂതൻ അവരോട് പറഞ്ഞത് ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ആ ദൂതഗണങ്ങൾ വന്ന് ഘോഷിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഭയപ്പെടേണ്ട, രണ്ടാമത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ സുവിശേഷിക്കുന്നു. സുവിശേഷകരണം അവിടെ ആരംഭിക്കുന്നത്. മൂന്നാമത് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ജനനം യഥാർത്ഥത്തിൽ ദൈവജനത്തിന് ജീവിതത്തിൽ നിന്ന് ഭയപ്പാട് അകറ്റത്തക്കോണം ഉള്ളൊരു ജനനമാണ്. നാം ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇപ്രകാരം ദൂതഗണങ്ങൾ ആട്ടിടയന്മാരോട് ഇപ്രകാരം പറയുവാനിടയായത്? അതിന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് ലൂക്കോസിന്റെ സുവിശേഷം 2:8-9 വായിക്കുമ്പോൾ അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ സംരക്ഷിച്ചുകൊണ്ട് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അടുത്ത് വന്ന് കർത്താവിന്റെ തേജസ് അവർക്ക് ചുറ്റും മിന്നി അവർ ഭയപരവശരായി തീർന്നു. അപ്പോൾ ആ ദൂതഗണങ്ങൾ കടന്നു വന്നപ്പോൾ കർത്താവിൻ്റെ തേജസ് അവരുടെ ചുറ്റും മിന്നുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വെളിച്ചത്തിൻ്റെ നിറവാണ് അവിടെ മനസ്സിലാക്കുവാൻ ഉണ്ടായത്. അതായത് കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ വെളിച്ചം പ്രകാശമായി കടന്നു വന്ന ദൂതഗണങ്ങളുടെ കാര്യം കണ്ടപ്പോൾ അത് ഇന്നത്തെ ലോകത്തിൽ പോലും ആണെങ്കിൽ നമുക്കൊരു ഭയപ്പാടുണ്ടാകും. കാരണം അപ്രകാരം ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്യുകയോ മാത്രമല്ല, ഈ ഇടയന്മാരെന്ന് പറയുമ്പോൾ രാത്രി കാലങ്ങളിൽ അവർക്ക് നൽകിയിരിക്കുന്ന ആട്ടുപറ്റങ്ങളെ കാത്തുപരിപാലിക്കുകയും അവർക്ക് വേണ്ടിയതെല്ലാം നൽകുകയും ചെയ്ത് അവർ ആ രാത്രിയാമങ്ങളിൽ അവിടെ പാർത്തു കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഇപ്രകാരം ഒരു ദർശനമല്ല, യാഥാർത്ഥ്യമാണ് അവിടെ നടക്കുന്നത്. ദൂതഗണങ്ങൾ ഭൂമിയിലേക്ക് കടന്നു വന്ന്
അവരുടെ യജമാന്റെ ജനനത്തെപ്പറ്റി ഘോഷിക്കുവാൻ കടന്നു വരികയാണ്. അപ്രകാരം അവർ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ തേജസ് പ്രകാശ ഗോപുരമായി അവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആരായാലും ഒരു ഭയപ്പാടുണ്ടാകും. അതുകൊണ്ടാണ് ആദ്യം അവർ പറയുന്നത് എന്താണ്? ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ ജനനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭയത്തെ അകറ്റുവാൻ വേണ്ടിയുള്ളൊരു ജനനമായിരുന്നു. പാപമംഗലമായ ജീവിതത്തിൽ നിന്ന്, നാശകരമായ പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കത്തക്കോണം നമുക്ക് ഒരു പുതിയ ജീവൻ നൽകുവാനുള്ള ജനനമായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം പറയുന്നത് ഭയപ്പെടേണ്ട. രണ്ടാമത് അവിടെ പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം. സർവ്വജനത്തിനും, പ്രത്യേക സമുദായത്തിനോ പ്രത്യേക ജനതകൾക്കോ അല്ല, സർവ്വജനത്തിനും, ലോകത്തിലുള്ള എല്ലാ ജനതകൾക്കും നൽകുവാനുള്ളൊരു മഹാസന്തോഷത്തെ പറ്റി സുവിശേഷീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ആരംഭമാണ് കർത്താവിൻ്റെ ജനനം നൽകുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സുവിശേഷീകരണം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ജനനത്തെപ്പറ്റി ലോകത്തിൻ്റെ അറ്റത്തോളം ജനമധ്യത്തിൽ എത്തിക്കത്തക്കോണമുള്ള പ്രയത്നം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേണം. അവിടെ മൂന്നാമത് പറയുന്നത് എന്താ? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നമ്മളെ നാശകരമായ പാതയിൽ നിന്ന് രക്ഷിക്കത്തക്കോണം, വീണ്ടെടുക്കത്തക്കോണം ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ജനിച്ചിരിക്കുന്നെന്ന് പറയുന്നു. നാം ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുവാൻ കഴിയുമോ? ഇന്ന് ഭയമില്ലാതെയാണോ എൻ്റെയും നിങ്ങളുടെയും ജീവിതം? ആ കർത്താവിൻ്റെ ജനനത്തെപ്പറ്റി മറ്റു പിള്ളേരോട് ഘോഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? സുവിശേഷീകരിക്കുവാൻ കഴിയുന്നുണ്ടോ? കർത്താവ് നൽകിയ മഹാസന്തോഷം ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ആധുനിക സമ്മർദ്ദമായ ജീവിതശൈലിയിൽ പലപ്പോഴും ഇവയൊന്നും നമ്മുടെ അനുഭവമാക്കുവാൻ കഴിയുന്നില്ല. ഭയത്തിൻ്റെ അറ്റ കോടിയിലാണ് അനേകർ ജീവിക്കുന്നത്. ഇന്ന് അടുത്ത നിമിഷം എന്ത് ഭവിക്കും? എൻ്റെ ഔദ്യോഗികരംഗം എന്ത് ഭവിക്കും? എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിരിക്കും? എൻ്റെ മറ്റ് മുമ്പോട്ടുള്ള കാര്യങ്ങൾ, നിക്ഷേപങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഭയം, ഭയം, ഭയം മാത്രം. ഇവിടെയാണ് കർത്താവിൻ്റെ ജനനത്തിൻ്റെ ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ. മഹാസന്തോഷം നൽകുമ്പോൾ ഭയമില്ലാതെയുള്ള സന്തോഷമാണ്. മൂന്നാമത് പറയുന്നത് നമുക്ക് സുവിശേഷീകരണം. കർത്താവ് ജനിച്ചത് എന്തിനെന്നും ആ കർത്താവിൻ്റെ സന്തോഷവും സാന്ത്വനവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കത്തക്കോണം എൻ്റെയും നിങ്ങളുടെയും ജീവിതമായി തീർന്നിട്ടുണ്ടോ? മുമ്പോട്ട് വായിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 2:12 ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾക്ക് അടയാളം ഇതായിരിക്കും, നിങ്ങൾക്ക് അടയാളം ഇതായിരിക്കും, ശീലകളിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഇത്രയും കുഞ്ഞുങ്ങൾ ജനിച്ച ഒരു സാഹചര്യത്തിൽ എവിടെയാണെന്നൊന്നും മനസ്സിലാക്കാതെ അവരോടൊരു സുവാർത്ത അറിയിക്കുമ്പോൾ ആ സുവാർത്തയുടെ ഉത്ഭവം എവിടെയാണെന്നും അത് അവർക്ക് പോയി കാണണമെങ്കിൽ പോലും അതെവിടെ ആയിരിക്കണമെന്ന് മനസ്സിലാക്കത്തക്കോണമാണ്. എത്ര വ്യക്തതയോടാണ് പറയുന്നത്. ശീലയിൽ പൊതിഞ്ഞ ഒരു പുൽത്തൊട്ടിയിൽ ആണ് കർത്താവ് ജാതനായിരിക്കുന്നത്. കർത്താവിൻ്റെ ജനനം ഇത്ര ക്ലേശകരമായൊരു ജനനമായിരുന്നിട്ടും സ്വർഗം സന്തോഷിക്കുന്നൊരു ദിവസമായിട്ടാണ് വചനം രേഖപ്പെടുത്തുന്നത്. സ്വർഗീയമായ അനുഭവങ്ങളെപ്പറ്റി വിവരിക്കത്തക്കോണം ദൂതഗണങ്ങൾ കടന്നു വരുന്ന സാഹചര്യം. അതിൻ്റെ 2:13 പറയുന്നത് പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി പറഞ്ഞു. ഇന്ന് നാം സുവിശേഷീകരണത്തിനായി ഇറങ്ങുവാൻ പരിശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുമ്പോൾ നമ്മളോടൊപ്പം എത്രമാത്രം വിശ്വാസി സമൂഹം കൂടെ വരുവാൻ തയ്യാറെടുപ്പുണ്ടെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി സുവിശേഷീകരണത്തിനായി കാൽ ചുവട് വെക്കുമ്പോൾ അവനെ പ്രോത്സാഹിപ്പിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, അവനോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്കോണം നമ്മുടെ നാവുകൾ ഉയരാറുണ്ടോ? നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ദൂതഗണങ്ങൾ കടന്നു വന്നപ്പോൾ, സ്വർഗീയ സൈന്യങ്ങൾ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അവസ്ഥ.
ദൈവം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നന്മകളാൽ വഴി നടത്തുകയും വേദനകളുടെയും കഷ്ടത്തിൻ്റെയും നെടുവീർപ്പിൻ്റെയും താഴ്വരകളിൽ നിന്ന് വിടുവെച്ച് കർത്താവിൻ്റെ ജനന പെരുന്നാൾ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ അനുഭവമാക്കത്തക്കോണം, അല്ലെങ്കിൽ അതിൽ പങ്കാളികളാകത്തക്കോണം ദൈവം നമുക്ക് സാവകാശം ഒരുക്കുമ്പോൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്കോണം നമ്മുടെ നാവുകളെ ഉയരുന്നുണ്ടോ? മറ്റുള്ളവരോടൊപ്പം ദൈവത്തിൻ്റെ പ്രവർത്തനയിൽ ഇറങ്ങിത്തിരിക്കുവാൻ നാം സന്നദ്ധരായി തീരുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2:14 ഇപ്രകാരമാണ് പറയുന്നത്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. എന്തിനാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്? ദൈവജനം ആ ദൈവിക സ്നേഹബന്ധത്തിൽ നിന്ന് അറ്റുപോയപ്പോൾ ആ ഒരു പിതാവിൻ്റെ വേദനയാണ് സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയക്കുവാൻ ഇടയാകുന്നത്. കാലാകാലങ്ങളിൽ തൻ്റെ ജനത്തെ നയിക്കത്തക്കോണം പുരോഹിതന്മാരും പ്രവാചകന്മാരും ന്യായവിധിപന്മാരും രാജാക്കന്മാരും ഒക്കെ ഉണ്ടായിട്ടും അവർക്ക് പൂർണ്ണമായി ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ കാലഘട്ടത്തിലും അവർ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥകളെ പറ്റിയാണ് പഴയ നിയമം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതിനൊരു അറുതി വരുത്തുവാൻ യഹോവയായ ദൈവം മനസ്സിൽ കടന്നു വന്ന സ്വന്തം പുത്രനെ അയക്കുക മാത്രമായിരുന്നു. അവരിൽ ഒരുവൻ കടന്നു വന്ന്, തൃത്വത്തിൽ ഒരാൾ ഭൂമുഖത്തേക്ക് കടന്നു വന്ന് മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കത്തക്കണം. കാരണം മറ്റൊരു യാഗങ്ങൾക്കും അത് കഴിയാതെ പോയി. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്ന ഒരു ജനമധ്യത്തിലായിരുന്നു. അനേകമായ ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ദൈവവുമായിട്ടൊരു ബന്ധമില്ലാത്ത അവസ്ഥ. ഈ ഉത്സവത്തിന് എല്ലാവരും കടന്നു വരും, പെരുന്നാളുകൾക്ക് എല്ലാവരും കടന്നു വരും, ചെയ്യേണ്ട കർമ്മങ്ങളും വീതികളും ഒക്കെ ചെയ്യും. പക്ഷെ അതിനപ്പുറമായി ദൈവജനമെന്ന് പറയത്തക്കോണം ദൈവജനത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയപ്പോഴാണ് ദൈവം തൻ്റെ പുത്രനെ അയക്കത്തക്കോണം മുഖാന്തരം ഒരുക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ദൈവപ്രസാദം എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ട് ബന്ധമുള്ളവർക്ക് മാത്രമേ ദൈവപ്രസാദം അനുഭവമാക്കുവാൻ കഴിയൂ. അവരുടെ ജീവിതത്തിൽ മാത്രമേ ദൈവം അവരുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിച്ചെന്ന് മറ്റുള്ളവരോട് പറയുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ദൈവപ്രസാദമുള്ളവർക്ക് ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറയുന്നത്. ദൈവമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ എന്തിന് കർത്താവ് ഈ ഭൂമുഖത്ത് കടന്നു വന്നു ആ മഹാസന്തോഷം നൽകത്തക്കോണം, സമാധാനം നൽകത്തക്കോണം ദൈവം അതിനിടയാക്കും. 2:15 വായിക്കുമ്പോൾ, ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയ ശേഷം ഇടയന്മാർ നമുക്ക് ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണാം എന്ന് പരസ്പരം പറഞ്ഞു. ഇതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. കേൾക്കുന്ന സുവിശേഷം പൊടുന്നനെ മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ, അവരോട് പറയുവാൻ, ഇന്നും ജീവിക്കുന്ന കർത്താവാണ് എൻ്റെ ബലം, എൻ്റെ സങ്കേതം, എൻ്റെ കോട്ട എന്ന് പറയത്തക്കോണം. അവർ കേട്ട ഉടനെ അവർ നാളെ പ്രഭാതത്തേക്കല്ല, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞല്ല, ആ ക്ഷണത്തിൽ തന്നെ പറയുന്നത്, നമുക്ക് ബേത്ലഹേമിലേക്കോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണാം. അതിനുള്ളൊരു ജിജ്ഞാസ, കർത്താവിനെ കാണുവാനുള്ള ജിജ്ഞാസ എത്രമാത്രം നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവെ, ഇന്ന് എൻ്റെ ഭവനത്തിലേക്ക് നിൻ്റെ സാന്നിധ്യം കടന്നു വരണേ. ഈ തീന്മേശയിൽ അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കത്തക്കോണം, അങ്ങയുടെ സാന്നിധ്യം അനുഭവമാക്കത്തക്കോണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? മറ്റെല്ലാ കാര്യങ്ങളും ഒരുക്കും, എല്ലാം കഴിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ, ലൗകികമായ സന്തോഷവും സമാധാനത്തോടെ നാം കടന്നു പോകും. പക്ഷെ ദൈവം തരുവാൻ ആഗ്രഹിക്കുന്ന സന്തോഷം, ദൈവം തരുവാൻ ആഗ്രഹിക്കുന്ന സമാധാനം, ദൈവം തരുവാൻ ആഗ്രഹിക്കുന്ന വിടുതൽ നമുക്ക് അനുഭവമാക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട കാര്യമാണ്. കർത്താവ് പറയുന്നത്, ഞാൻ ഇന്ന് വാതിക്കൽ വന്ന് മുട്ടുന്നു, ആര് വാതിൽ തുറക്കുന്നു അവനോടൊപ്പം അത്താഴം കഴിക്കുമെന്നാണ് പറയുന്നത്. ആ വാതിലിൽ എത്രയോ നാളായി മുട്ടുന്ന കർത്താവ്
നമ്മളോടൊപ്പം ഒന്ന് വസിക്കുവാൻ, നമ്മളോടൊപ്പം ഒന്ന് ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നാം കർത്താവിനെ യഥാർത്ഥമായി സ്വീകരിക്കുന്ന അവസ്ഥയിലാണോ എന്ന് ചിന്തിക്കണം. മുമ്പോട്ട് പോയുമ്പോൾ 2:16 വായിക്കുമ്പോൾ, അവർ അതിവേഗം ചെന്ന് മറിയയും യോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അതിവേഗം ചെന്ന് അവരാ ബേത്ലഹേമിൽ അതിൻ്റെ പരിസരത്തുള്ളായിരിക്കും. പക്ഷെ ആ ഒരു പുൽത്തൊട്ടി കണ്ടുപിടിക്കാതെ പറയുമ്പോൾ രാത്രിയാമങ്ങളിൽ ഓരോ ഭവനത്തിൽ കടന്നു നിന്ന് പുൽത്തൊട്ടിയിൽ കർത്താവ് ഉണ്ടോ എന്ന് നോക്കുവാൻ, അതൊക്കെ പ്രതിസന്ധികൾ നിറഞ്ഞ, എങ്കിലും അവയൊന്നും വകവെക്കാതെ അവരെ അറിയിച്ച സന്തോഷം കാണുവാൻ വേണ്ടി, ആ വലിയ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പ്രതിസന്ധികളെ വകവെക്കാതെ പോകുന്ന ഇടയന്മാരെയാണ് നാം ഇവിടെ കാണുന്നത്. ഒരു മറിയയും യോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. 17 വായിക്കുമ്പോൾ, അവരത് കണ്ടപ്പോൾ ഈ ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് പുറത്തറിയിച്ചു. അവിടെയാണ് യഥാർത്ഥത്തിൽ സുവിശേഷത്തിൻ്റെ ആരംഭം. സുവിശേഷകരണത്തിൻ്റെ ആരംഭവും കുറിക്കുന്നത് യഥാർത്ഥത്തിൽ ഇടയന്മാരാണ്. പ്രതിസന്ധികളെ വകവെക്കാതെ കർത്താവിനെ പോയി കാണുക മാത്രമല്ല, ആ സന്തോഷം മറ്റുള്ളവർ പങ്കുവെക്കത്തക്കോണം പ്രവർത്തിക്കുന്നു. 2:18-19 വായിക്കുമ്പോൾ, കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. കാരണം തൻ്റെ പുത്രൻ്റെ ജീവിതം എന്താണെന്ന് വ്യക്തമായി അറിയാവുന്ന ദൈവമാതാവ് അതൊക്കെ മനസ്സിൽ അടക്കിക്കൊണ്ട്, ഹൃദയത്തിൽ മടക്കിക്കൊണ്ട്, ധ്യാനിച്ചുകൊണ്ട് തൻ്റെ മകനെ ബലപ്പെടുത്തത്തക്കോണം സ്വയം ബലപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അമ്മയുടെ പ്രവർത്തനമാണ് അവിടെ കാണുന്നത്. പക്ഷേ അതിനു മുൻപ് കേട്ടവരെല്ലാം ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. ഇന്ന് കർത്താവിനെ പറ്റി നമുക്ക് എത്രമാത്രം മറ്റുള്ളവരോട് പറയുവാൻ കഴിയുന്നുണ്ട്? കർത്താവിൻ്റെ ജനനം എന്താണ് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയെന്ന് പറയുവാൻ നമുക്കിടയാക്കുവാൻ കഴിയുന്നുണ്ടോ? അതോ ആ സമൃദ്ധിയുടെ മധ്യത്തിൽ ഇതെല്ലാം മറന്ന് ലൗകികമായ ഒരു ആഘോഷത്തിൽ അലിഞ്ഞു ചേർന്ന അവസ്ഥയാണോ? എങ്കിൽ അതിനൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം കർത്താവിൻ്റെ 2ാം വരവിനായി നമ്മെ ഒരുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ കർത്താവിൻ്റെ ജനനത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം മറ്റുള്ളവരോട് പറയുവാൻ ഞാനും നിങ്ങളും ഒരുക്കപ്പെടേണ്ട സാഹചര്യമായിരിക്കുന്നു. കർത്താവ് ഈ ഭൂമുഖത്ത് കടന്നു വന്നത് അനേകരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സന്തോഷവും സമാധാനവും പകരുന്നതോടൊപ്പം കർത്താവ് എന്തിന് കടന്നു വന്നെന്നുള്ള സുവിശേഷകരണത്തിൻ്റെയും ആരംഭം കുറിച്ച ഇടയന്മാരെ പോലെ നാം ഇനിയും ആരംഭം കുറിക്കേണ്ടിയിരിക്കുന്നു. അപ്രകാരം പ്രവർത്തിക്കുവാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. തീത്തോസിൻ്റെ ലേഖനം 2:11-14 വരെ വായിക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ഈ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. എന്തെന്നാൽ സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവകൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അഭക്തിയും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കുവാനും ഈ ലോകത്തിൽ സമചിത്തതയോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുവാനും അത് നമ്മെ ഉപദേശിക്കുന്നു. മഹാദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ മഹത്വപ്രത്യക്ഷതയ്ക്കായി അനുഗ്രഹീതമായ പ്രത്യാശയ്ക്കായും നാം കാത്തിരിക്കുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനത്തെ തനിക്കായി ശുദ്ധീകരിക്കേണ്ടതിന് തന്നെ തന്നെ നമുക്കായി സമർപ്പിച്ചു. യഥാർത്ഥമായ ക്രിസ്മസിൻ്റെ ആഘോഷത്തിൻ്റെ ഉള്ളടക്കം പോലെയാണ് ഈ വാക്കുകൾ പറയുന്നത്. മനുഷ്യരുടെ രക്ഷയ്ക്കായി ദൈവകൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവഭക്തിയോടും ജീവിക്കുവാനും അത് നമ്മെ ഉപദേശിക്കുന്നു. പിന്നെ പറയുന്നത് മഹത്വ പ്രത്യക്ഷയ്ക്കായും അനുഗ്രഹീതമായ പ്രത്യാശയ്ക്കായും നാം കാത്തിരിക്കുന്നു.
ഏറ്റവും അവസാനം പറയുന്നത് സ്വന്തം ജനത്തെ തനിക്കായി ശുദ്ധീകരിക്കേണ്ടതിനും തന്നെ നമുക്കായി സമർപ്പിച്ചു. സൃഷ്ടികർത്താവ് സ്വയം സൃഷ്ടിയായി ഭൂമുഖത്തേക്ക് കടന്നു വന്ന് യാഗമായി അർപ്പിക്കപ്പെടത്തക്കോണം നമ്മുടെ മധ്യത്തിൽ ജനിക്കുക മാത്രമല്ല, കഷ്ടങ്ങളും വേദനകളും ത്യാഗങ്ങളും സഹിച്ച് യാഗമായി അർപ്പിക്കപ്പെട്ട കർത്താവ് എന്തിനു വേണ്ടി? എനിക്കും നിങ്ങൾക്കും സമാധാനം ലഭ്യമാകുവാൻ വേണ്ടി, ഭയപ്പാടിൻ്റെ അവസ്ഥ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി, ദൈവികമായ സുവിശേഷകരണത്തിനായി അനേകരോട് പറയുവാൻ, അന്ധകാരത്തിലുള്ള അനേകരോട് പറയുവാൻ വേണ്ടി ഇതാ ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തിലേക്ക് കടന്നു വരിക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ കഴിയും. ഭവനത്തിൽ മനോഹരമായ ആ പ്രകാശത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആ പ്രകാശമുണ്ടോ? ഇല്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ പാകപ്പിഴവുകൾ? എന്തു കുറവാണ് കർത്താവ് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാത്ത അവസ്ഥയെന്ന് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട സമയം വന്നിരിക്കുന്നു. കാരണം കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മളോടൊപ്പം വസിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മളോടൊപ്പം ആ സന്തോഷം പങ്കിടുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പലപ്പോഴും ആ സന്തോഷം, കർത്താവിൻ്റെ സന്തോഷം മറ്റുള്ളവർക്ക് പങ്കുചേരുമ്പോഴാണ് കർത്താവ് നമ്മളോടൊപ്പം കടന്നു വന്ന ആ സന്തോഷത്തിൽ പങ്കുവരുവാൻ ഇടയാകുന്നത്. ഏറ്റവും അവസാനമായി ലൂക്കോസിൻ്റെ സുവിശേഷം 2:20 ഇപ്രകാരമാണ് പറയുന്നത്: തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ തങ്ങൾ കേട്ടതും കണ്ടതുമായ സകലത്തിനും വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് മടങ്ങിപ്പോയി. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു സാവകാശമാണ് കർത്താവിൻ്റെ ജനനം. കർത്താവിൻ്റെ ജനനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിലേക്ക് മടങ്ങി വരത്തക്കവണ്ണം ഒരു സാവകാശമാണ് ഒരുക്കുന്നത്. പക്ഷെ പലപ്പോഴും അത് കഴിയാതെ പോകുന്നത് ലൗകികമായ പല കാര്യങ്ങളിൽ നാം ഏർപ്പെട്ട് ജീവിക്കുമ്പോൾ, ലൗകികമായ പല പ്രവർത്തനങ്ങൾക്കായി നാം പ്രവർത്തിക്കുമ്പോൾ എവിടെയോ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ നമുക്ക് അനുഭവമാക്കുവാൻ കഴിയുന്നില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവുമായിട്ടൊരു പുതിയ ബന്ധം സ്ഥാപിക്കുവാൻ, കർത്താവ് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ വിവാത്സല്യമായ നാഥ കർത്താവെ, പ്രകാരം ഇടയന്മാർ കർത്താവെ അങ്ങയുടെ കാര്യം കേട്ടപ്പോൾ നിമിഷം മുതൽ കർത്താവ് അങ്ങയെ കാണുവാനുള്ള ജിജ്ഞാസയോടെ പ്രവർത്തിക്കുകയും അതോടൊപ്പം മറ്റുള്ളവരോട് സുവിശേഷകരണം ചെയ്യുകയും ചെയ്തത് നീ ഓർക്കുന്ന കർത്താവെ, അപ്രകാരം ഞങ്ങളായിത്തീരുവാൻ, അപ്രകാരം ഞങ്ങളുടെ പ്രവർത്തനങ്ങളായിത്തീരുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനേകരെ അങ്ങയുടെ സ്നേഹത്തിലേക്കും അങ്ങയുടെ വെളിച്ചത്തിലേക്കും കൂട്ടിക്കൊണ്ടുവരുന്നതായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ ബലഹീനതയും ക്ഷമിച്ച കർത്താവെ, എൻ്റെ കൃപകളിൽ ഞങ്ങളെ ബലപ്പെടുത്തി വഴി നടത്തണമെന്ന് സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ.